കഷ്ടത തന്നടുവിലെനിക്കായി പ്രിയൻ ഒരുക്കുന്നു പ്രതിഫലം ദിനവും. തളർന്നു ഞാനിരിക്കുന്ന നേരം കാന്തൻ തിരുഭുജത്താൽ എന്നെ താങ്ങും. തളർന്നു ഞാനിരിക്കുന്ന നേരം കാന്തൻ തിരുഭുജത്താൽ എന്നെ താങ്ങും. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാനോടും. താഴാതവൻ കരം താങ്ങും. ചിരുകിലവൻ പാതേ ചേരും. താഴാതവൻ കരം താങ്ങും. ചിരുകിലവൻ പാതേ ചേരും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 69 സങ്കീർത്തനത്തിന്റെ 4 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികം. വൃഥാ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകും. ദാവീദ് രാജാവ് തൻ്റെ അനുഭവത്തെ ദൈവസന്നിധി പറയുകയാണ്. സ്തോത്രം. ഒരു കാരണമില്ലാതെ പകയ്ക്കുകയാണ്. പകയ്ക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ ദൈവമക്കളെ, ഈ പക കേൾക്കുന്നവരുടെ വേദന എത്ര വലുതാണ്. പകയ്ക്കുന്നവരെ സന്തോഷിക്കുമ്പോൾ പക കേട്ട് കഴിയുന്നവരുടെ വേദന ഏറെ വലുതാണ്. അതാണ് ഇവിടെ നമ്മളെ കേൾപ്പിക്കുന്നത്. സ്തോത്രം. വൃഥാ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നവരുടെ ശത്രുക്കൾ ഏറെയാണ്. നശിപ്പിക്കാൻ നോക്കിക്കൊണ്ട് ശത്രു ഏറെ ഒരുപാട് പ്രശ്നങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ദാവീദ് രാജാവിൻ്റെ പിന്നാലെ കടന്നു പോകുന്നൊരു അനുഭവം കൂടെ. ദൈവമേ സ്തോത്രം. അവിടെ ഒരു ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. നമുക്കറിയാലോ ദൈവമക്കളെ, ചിലപ്പോൾ വാങ്ങിയിട്ടില്ല, പക്ഷെ വാങ്ങിയെന്ന് പറഞ്ഞത് കൊടുക്കുന്നു. വാങ്ങിയിട്ടുണ്ടാകാം, അതിൻ്റെ ഇരട്ടി കൊടുക്കുന്നു. എന്നിട്ടും അത് പോരാ, അത്ര അല്ല എന്ന് പറഞ്ഞ് പിടിച്ച് പറിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നത് പോലെ മേടിച്ചുകൊണ്ട് പോകുന്നു. ഉണ്ടായിട്ടല്ല, കൊടുക്കുകയാണ്. എന്നിട്ടും മേടിച്ചുകൊണ്ട് പോകുന്നവരുടെ പകയും പിണക്കവും ഭയപ്പെടുത്തലും ഭീഷണിയും ചെറുതാണോ? വാങ്ങിച്ചതാണോ കൊടുക്കേണ്ടി വന്നത്? ഇവിടെ ദാവീദ് രാജാവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നുവെന്ന്. നമുക്കറിയാം ദൈവമക്കളെ, ഇപ്പോൾ ഏറെ കഷ്ടതയുടെയൊക്കെ നടുവിലൂടെ കടന്നു പോകുന്ന അനേകരും ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നിൽക്കാൻ പറ്റാത്തില്ലാത്തൊരവസ്ഥ വരുമ്പോഴായിരിക്കാം ഈ പലിശയ്ക്കെന്നെടുക്കുന്നത്. അതോ അപ്പം നോക്കത്തില്ല എത്ര രൂപയാണ് താൻ പലിശയ്ക്ക് വാങ്ങുന്നതെന്ന്. ആ സമയത്തെ ബുദ്ധിമുട്ട്, ഞെരുക്കം ഇതൊക്കെ മാറാൻ വേണ്ടി എടുക്കും. അത് കഴിയുമ്പോഴോ താങ്ങാനാവാത്ത പലിശ മേടിച്ചുകൊണ്ട് പോകും. വാങ്ങിച്ചു പോയില്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? തകർന്നുടഞ്ഞു പോകുന്ന അവസ്ഥയാണ്. എന്തോരെയാണ് കൊടുക്കുന്നത്, എന്നിട്ടും അവർക്ക് തികയുന്നില്ല. എന്നാൽ ഇതെല്ലാം കാണുന്നൊരു ദൈവമില്ലേ? ഇന്ന് ആരാധനയ്ക്കിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ വചനത്തെ കേൾക്കുമ്പോൾ എൻ്റെ ദൈവമക്കളെ, വാങ്ങിച്ച മുതൽ ഒരല്പമായിരിക്കും, കൊടുത്തു വന്നതോ ഇരട്ടിക്ക് ഇരട്ടിക്കായിരിക്കും. കൊടുക്കുന്നവർ കൊടുത്തുകൊണ്ടിരിക്കും, വാങ്ങിക്കുന്നവർ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ദാവീദ് രാജാവ് ഇവിടെ പറയുന്നത്, ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നത്. ചിലപ്പോഴങ്ങനെയൊക്കെയല്ലേ ദൈവമക്കളെ, നമുക്ക് തന്നതിൻ്റെ പേരിൽ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്നവരേറെ ആയിരിക്കും. ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എത്ര പേരുണ്ട്. അതൊന്നും തീർക്കാനായിട്ട് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എത്രമാത്രം വേദനിക്കുന്നുണ്ട്. സാഹി കെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? മുഴങ്കാലം മടക്കി ഒരു വിശ്വാസി പ്രാർത്ഥിക്കും. ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഭൂമി ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, നിശ്ചയം, ഉറപ്പാ ദൈവമക്കളെ. അതുകൊണ്ട് അന്യായമായിട്ടൊന്നും വാങ്ങുവാൻ ഇടയാകാതിരിക്കട്ടെ. അന്യായമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ ഒരു ദിവസം നിന്ന് കർത്താവിനോട് പറയേണ്ടി വരും ദൈവമക്കളെ. ആ ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. അന്യായം ചെയ്യുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. ഇവിടെ ദാവീദ് രാജാവ് കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വന്നു എന്നാ പറഞ്ഞ്. ചിലപ്പോൾ സങ്കടത്തിലിരിക്കുമ്പോഴായിരിക്കും, ഒരു വലിയ പ്രശ്നത്തിലിരിക്കുമ്പോഴായിരിക്കും അല്പം സഹായമായിട്ട് വന്നേ. പിന്നീട് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ, ഒരു കണക്ക് പറച്ചിലിങ്ങ് വരുമ്പോൾ ദൈവമക്കളെ അതൊക്കെ തിരികെ കൊടുക്കാനും
നോക്കിയാൽ കയറിക്കിടക്കുന്ന കിടക്കാടം പോലും വിറ്റുകൊടുത്താലും അപ്പോഴും അവരുടെ കണക്കും പ്രകാരം ഒന്നും അങ്ങോട്ട് ചെന്നിട്ടില്ല. ഇതേ അവസ്ഥയിൽ ഇന്ന് കരയുന്ന ദൈവമക്കളെ ഒന്നോർക്ക് നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിലേക്ക് വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വാങ്ങിപ്പോയില്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കൊടുക്കണമല്ലോ, കൊടുക്കാൻ തക്കണം ദൈവം സഹായിക്കട്ടെ. അന്യായമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവമക്കളതെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആ ന്യായവിധിക്ക് മുമ്പിൽ നമ്മളെല്ലാവരും നിൽക്കേണ്ടി വരും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ഇന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെടുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കൊടുത്തിട്ടും തീരാത്ത വലിയ വലിയ ബാധ്യത വീണ്ടും വീണ്ടും കയറി വരുമ്പോൾ ഇന്ന് അതിന്മേൽ ദൈവം പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, തിരുസന്നിധിയിലേക്ക് അടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ പറഞ്ഞതുപോലെ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നൊരനുഭവം എൻ്റെ കർത്താവേ, ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കർത്താവേ. പലിശ കൊടുത്ത് മുതലിനേക്കാൾ അപ്പുറത്ത് കൊടുത്ത് സഹിച്ചും മടുത്ത് ഇനി ഒന്നും നീക്കി വയ്ക്കാനില്ലാതെ കർത്താവെ കൊടുത്തിട്ടും തീരാത്ത അവസ്ഥയിൽ ഇത്രമാത്രം വേദനയോടുകൂടി ഇരിക്കുന്ന മക്കളെ ദൈവകരങ്ങളിൽ വയ്ക്കുക. നിന്റെ മക്കൾക്ക് വേണ്ടി സ്വർഗം തുറക്കണേ കർത്താവേ. നീതിമാനായ ദൈവമേ, നീ അവിടെ നിന്ന് നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അഗ്നിജ്വാലക്കൊത്ത കണ്ണോടുകൂടി ഒന്ന് നോക്കണേ കർത്താവേ. നിന്റെ മക്കളുടെ സങ്കടങ്ങളെ കർത്താവ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജീവിതത്തിൽ കർത്താവെ ഒരുപാട് സഹായങ്ങൾ കർത്താവെ അനേകർക്ക് കൊടുത്തിട്ടും കർത്താവെ അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടപ്പെട്ടവരായിട്ടും കർത്താവെ അന്യരായിട്ടും നിന്ന് ചോദിച്ച് വാങ്ങിച്ച് പ്രയാസപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും മേടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവെ, ഇതുപോലെ വേദനയോടുകൂടി ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടി നടിയൻ ദൈവവസനിൽ അപേക്ഷിക്കുകയാണ് കർത്താവെ. നിന്റെ മക്കൾ നേരിടുന്ന ഈ പ്രശ്നത്തിന് കർത്താവെ, നീ വേഗത്തിൽ ഉത്തരമറളണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സമാധാനം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യായമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതോർത്ത് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമായ കർത്താവെ, ആ ന്യായവിധിക്ക് മുമ്പിൽ എല്ലാവരും നിൽക്കുന്നൊരു ദിവസം ഉണ്ടാവില്ലപ്പാ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു നിമിഷം ഉണ്ടാവുമല്ലോ കർത്താവേ. ആമേ, സ്തോത്രം. ഇന്ന് ഈ സമയത്ത് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുറവ് വശം വന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അവരോട് ക്ഷമിക്കണമേ കർത്താവെ. അനുതപിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളോട് ദൈവം കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിട്ടും കർത്താവെ, കയറിക്കിടക്കുന്ന കടപ്പാട് പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വന്നിട്ടും കർത്താവെ കൊടുത്തു തീർക്കാൻ പറ്റത്തില്ലാതെ മാനസികമായി തകർന്നു പോയ നിന്റെ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക കർത്താവെ. ഹല്ലേലൂയ, യേശുവേ, സ്തോത്രം. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്റെ മക്കൾക്ക് സാക്ഷ്യം പറയുവാൻ നന്മയ്ക്കായി ഒരടയാളം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ, സ്തോത്രം.